വാർത്തകൾ തുടരുന്നു. ഗണേശമംഗലം ബീച്ചിൽ ഇന്ന് പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ ആൾതാമസമില്ലാത്തതുൾപ്പെടെ 2 വീടുകൾ കത്തിനശിച്ചു. ഗണേശമംഗലം ബീച്ച് എടക്കാട്ടിൽ കുഞ്ഞുമോന്റെ വീടും പടിയം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ആൾതാമസമില്ലാത്ത മറ്റൊരു വീടുമാണ് കത്തിനശിച്ചത്. ആൾതാമസമില്ലാത്ത ഓലമേഞ്ഞ വീടിനാണ് ആദ്യം തീപിടിച്ചത്. പൂർണ്ണമായും കത്തിനശിച്ച കുടിലിൽ നിന്നുമാണ് സമീപത്തെ കുഞ്ഞുമോന്റെ വീട്ടിലേക്ക് തീ പടർന്നത്. സംഭവ സമയത്ത് കുഞ്ഞുമോനും കുടുംബവും തറവാട്ട് വീട്ടിലായിരുന്നു. അയൽവാസികൾ ചേർന്ന് തീയണച്ചു. SSLC സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള വിവിധ രേഖകൾ, വസ്ത്രങ്ങൾ, പലവ്യഞ്ജനങ്ങൾ, കട്ടിൽ, ഫാൻ തുടങ്ങിയവ കത്തിനശിച്ചിട്ടുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇതേ വീട് കത്തിനശിച്ചിരുന്നു. വാടാനപ്പള്ളി സെന്ററിൽ ഓട്ടോ ഡ്രൈവറാണ് കുഞ്ഞുമോൻ. വാടാനപ്പള്ളി പോലീസ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷക്കീല ഉസ്മാൻ എന്നിവർ സ്ഥലത്തെത്തി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡിൽ ജനമൈത്രി ലേബർ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പച്ചക്കറി കൃഷി വിളവെടുത്തു. 1 ഏക്കർ സ്ഥലത്താണ് മത്തൻ, വെള്ളരി, പടവലം, ചീര, ചുരയ്ക്ക, വെണ്ട, തക്കാളി എന്നീ ഇനങ്ങളാണ് കൃഷി ചെയ്തത്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, പഞ്ചായത്ത് അംഗങ്ങളായ ഗീത മോഹൻദാസ്, രജിത ബാലൻ, ഹേന രമേശ്, CDS ചെയർപേഴ്സൺ ഐഷാബി മുഹമ്മദ്, പഞ്ചായത്ത് ജീവനക്കാരായ മൂണി, ദിവ്യ, രജിത, മായ എന്നിവർ സന്നിഹിതരായിരുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കയ്പമംഗലം മണ്ഡലം കൺവെൻഷൻ നടത്തി. 3 പീടിക വ്യാപാര ഭവനിൽ നടന്ന കൺവെൻഷൻ വ്യാപാരി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. സൗഭാഗ്യനിധി എന്ന് പറയുന്ന പുതിയൊരു പദ്ധതിയെ കുറിച്ച് കഴിഞ്ഞ 20-ാം തീയതി ഒരു പ്രത്യേക യോഗം ചേർന്ന് അതിൽ നിങ്ങളിൽ പലരും വന്നിരുന്നു. അവിടെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അവിടെ അത് അവതരിപ്പിക്കുകയും അതിനുശേഷം അതിൻ്റെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനായിട്ട് വ്യാപാരി നേതാക്കൾക്ക് ജില്ലയിലെ ഓരോ യൂണിറ്റിലെയും നേതാക്കൾക്ക് ഈ കാര്യത്തിലുള്ള സംശയങ്ങൾ നേരിട്ട് ദൂരീകരിച്ച് മണ്ഡലം ചെയർമാൻ പി പവിത്രൻ അധ്യക്ഷത വഹിച്ചു. PV വിശ്വനാഥൻ, NR വിനോദ് കുമാർ, PM റഫീഖ്, P കമറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. യുവത്വം നാടിന്റെ കരുത്ത് എന്ന പ്രമേയവുമായി SYS ധർമ്മസഞ്ചാരത്തിന് വ്യാഴാഴ്ച മതിലകത്ത് സ്വീകരണം നൽകും. സംഘടനാ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള നയരൂപരേഖയും അതുപോലെ തന്നെ വരുന്ന സംഘടനാ വർഷത്തിലെ പദ്ധതി വിശദീകരണവുമാണ് ധർമ്മസഞ്ചാരം കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ രാഷ്ട്രീയ നിലപാടുകൾ, വിദ്യാഭ്യാസം, തൊഴിൽ, പരിസ്ഥിതി, കുടുംബം, പ്രബോധനം, ആദർശം തുടങ്ങിയ മേഖലകളിലുള്ള സംവാദമാണ് ധർമ്മസഞ്ചാരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഉച്ചതിരിഞ്ഞ് 2:30 മതിലകം പേരമൗണ്ട് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സ്വീകരണ സമ്മേളനം സയ്യിദ് സൈനുദ്ദീൻ സക്കാഫി ഉദ്ഘാടനം ചെയ്യും. SYS സംസ്ഥാന നേതാക്കളായ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി, സയ്യിദ് താഹ തങ്ങൾ, PKM സക്കാഫി ഇരിങ്ങല്ലൂർ, അബ്ദുൽ ഹക്കീം അസ്സരി, മജീദ് കക്കാട്, മുഹമ്മദ് പറവൂർ എന്നിവർ വിഷയാവതരണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ സിറാജുദ്ദീൻ സക്കാഫി, മിഥിലാജ് മതിലകം എന്നിവർ പങ്കെടുത്തു. SSF കുട്ടമംഗലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവന്ന അസ്മാഉൽ ഹുസ്ന സദസ്സിന്റെ 4-ാം വാർഷികവും SYS സാന്ത്വന പദ്ധതികളുടെ സമർപ്പണവും നടത്തി. PK ബാവദാരിമി ഉദ്ഘാടനം ചെയ്തു. EK ഹനീഫ ഹാജി അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് നൂറാനി മുഖ്യപ്രഭാഷണം നടത്തി. ഷറഫുദ്ദീൻ മുനയ്ക്കക്കടവ് സൗജന്യ ജലവിതരണവും വാഹന സമർപ്പണവും നടത്തി. TP മുഹമ്മദ് റഹ്മാൻ അസ്മാഉൽ ഹുസ്നയ്ക്ക് നേതൃത്വം നൽകി. സയ്യിദ് ബയാർ തങ്ങൾ ദുആക്ക് നേതൃത്വം നൽകി. NY ദിനാർ, VB റാഷിദ് എന്നിവർ സംസാരിച്ചു. കല്യാണം കഴിച്ചു കൊടുക്കാൻ വഴിയില്ലാത്ത എത്രയോ മക്കളെ കെട്ടിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ SYS ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരുപാട് രോഗത്തിന്റെ പിടിയിൽ അമർന്നു വളരെ പ്രയാസപ്പെടുന്ന രോഗികൾക്ക് വേണ്ട ഒത്താശകൾ, കിഡ്നി സംബന്ധമായ രോഗം കാരണം സുബ്ഹാനല്ലാഹ് വേദനപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങൾക്ക് ഫ്രീ ആയി നാം ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്നു. ചളിങ്ങാട് ശ്രീ മഹാവിഷ്ണു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിന് കൊടിയേറി. ചൊവ്വാഴ്ച രാത്രി നടന്ന ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നാരായണൻകുട്ടി തന്ത്രികളുടെയും ക്ഷേത്രം മേൽശാന്തി ബൈജു ശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു.
ദിവസവും രാത്രി 8-ന് വിളക്കെഴുന്നള്ളിപ്പ്. ഏപ്രിൽ 8-ന് രാത്രി 7:45-ന് തിരുവാതിരക്കളി. ഏപ്രിൽ 9-ന് രാത്രി 7:30-ന് നാട്ടറിവ് നാടൻപാട്ട്. ഏപ്രിൽ 10-ന് രാത്രി 7:30-ന് നൃത്തനൃത്യങ്ങൾ. ഏപ്രിൽ 11-ന് രാത്രി 9-ന് പള്ളിവേട്ട. ഉത്സവ ദിവസമായ 12-ന് രാവിലെ 9-ന് കാഴ്ചശീവേലി. ക്ഷേത്രാങ്കണത്തിൽ കാവടിയാട്ടം. വൈകിട്ട് 7-ന് മേളം. 7:30-ന് വർണ്ണമഴ. 8:30-ന് തായമ്പക. 10:30-ന് കാവടിയാട്ടം എന്നിവയാണ് പ്രധാന പരിപാടികൾ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി KM നൂറുദ്ദീൻ മത്സരിക്കും. LDF കയ്പമംഗലം നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. 6 കോടിയിലധികം രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ ദമ്പതികളുടെ വലയിൽ കുടുങ്ങിയവർ ഇനിയുമേറെയെന്ന് സൂചന. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.